അള്ളാഹുവിന് പുറമെ ഒരാൾ ഇബാദത്ത് ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ മനസ്സ് വേദനിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം തൗഹീദ് പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾ ഇബാദത്ത് ചെയ്യപ്പെടുന്നത് കണ്ടാൽ, ഒരാൾ ശിർക്കിൽ അകപ്പെടുന്നത് കണ്ടാൽ അതൊരു വേദന ഉണ്ടാക്കുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ തൗഹീദ് അതിൻ്റെ സത്യസന്ധതയിൽ കുറവ് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അടയാളം. സഹാബികൾ അവർ പറഞ്ഞതായി കാണാം, ഇന്നാ ലനക്രിശു ഫീ വുജൂഹിഹിം, ഞങ്ങൾ മുശ്രിക്കീങ്ങൾ അവർക്കിടയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കുടുംബത്തിൽപ്പെട്ട ശിർക്കിൽ അകപ്പെട്ട ആളുകൾ അവരെ കാണുമ്പോൾ ഞങ്ങൾ അവരോട് പുറമേക്ക് ചിരിച്ചു കാണിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഹൃദയം ദുഃഖം കൊണ്ട്, വേദന കൊണ്ട് നിറയുന്ന അവസ്ഥയിൽ അവർക്ക് തിരിച്ചറിയുമായിരുന്നു അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഈ ശിർക്കിലായിട്ടാണ് മരിക്കുന്നത് എങ്കിൽ കാലാകാലം നരകത്തിലാണ് എന്ന ബോധ്യം അവർക്കുണ്ടാകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു നോക്കൂ. അബൂ താലിബിന്റെ അടുത്ത് മരണവേളയിൽ അവിടുന്ന് പോയത് നിങ്ങൾക്കറിയാം. യാ അമ്മ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്, എൻ്റെ പൊന്നളാപ്പ നിങ്ങൾ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുത്ത് സംസാരിക്കാം, വാദിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. നമുക്ക് തൗഹീദിന് വേണ്ടി വേദനിക്കുന്ന മനസ്സിൻ്റെ അടയാളമാണ്. ജൂതനായ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചിരുന്ന ഒരു കുട്ടിയാണ്. അവൻ അസുഖമായപ്പോൾ അവിടുന്ന് സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. ഈ ജൂതക്കുട്ടി അവൻ തൻ്റെ പാപ്പയുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി സമ്മതത്തിന് വേണ്ടി ചോദിക്കുന്നത് പോലെ. അയാൾ പറഞ്ഞു, അബുൽ ഖാസിം, നീ അബുൽ ഖാസിമിനെ അനുസരിച്ചോളൂ എന്ന് പറഞ്ഞു. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ അവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, അൽഹംദുലില്ലാഹി അല്ലദീ അൻഖദഹു മിനന്നാർ, അവനെ നരകത്തിൽ നിന്ന് കാത്ത അള്ളാഹുവിന് സർവസ്തുതി. സഹോദരങ്ങളെ, തൗഹീദിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അതിന് വിരുദ്ധമായത് കാണുമ്പോൾ ദുഃഖമുണ്ടാവാനാണ്, വേദനയുണ്ടാകാനാണ്, വേദനിക്കാനാണ്. അത് നമുക്ക് നഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ തൗഹീദ് നമ്മൾ പരിശോധിക്കാം.